എൻ്റെ പേര് ഷീജ. ഞാൻ UK നിന്ന് വരുന്നു. ഇപ്പം 2005 ഞാൻ UK പോയെങ്കിലും പല പ്രാവശ്യം IELTS എഴുതിയെങ്കിലും എനിക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം 2018 ഞാൻ BSc നഴ്സിങ്ങിന് ചേരാൻ തീരുമാനിച്ചു. കോഴ്സ് കംപ്ലീറ്റ് ആകുന്ന ആ സമയത്തായപ്പോഴത്തേക്കും എൻ്റെ മക്കളിൽ ഒരാൾക്ക് ഭയങ്കരമായിട്ട് ചോക്ലേറ്റിനോടും TV അഡിക്ഷനും ആയതുകൊണ്ട് അവരിങ്ങനെ ഭയങ്കര അതിൻ്റെ അഡിക്ഷനായി മോനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ഒട്ടും ഇമ്പ്രൂവ് ആകാതെ അവന് താല്പര്യമില്ലാത്ത രീതിയിൽ എന്താ പറയുക, ഇനി അങ്ങനെ തന്നെ തുടരൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പം പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് അവൻ്റെ അടി കൊടുത്തു. അത് അന്നേരത്തേക്ക് അവൻ ഉറക്കെ കരയുന്നത് കേട്ട് പുറത്തുനിന്ന് ഒരു പുള്ളിക്കാരി വന്ന ഒരു മദാമ, അതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല, പിന്നെയും കണ്ടിട്ടില്ല, എന്നോട് വന്ന് ചോദിച്ചു മകനെ അടിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അടിച്ചു എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഉടനെ തന്നെ അത് പോലീസിൽ വിളിച്ച് ഇൻഫോം ചെയ്തു. പോലീസ് ഞങ്ങളെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു മകനെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അവനൊരു എന്താ പറയുക നന്നാകണം എന്നൊരു ഇത് കാണിച്ചില്ല, അതുകൊണ്ട് പല പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ടും അവനങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അവനെ അടിച്ചതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളെ വാണിംഗ് ചെയ്ത് വിട്ടതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതിൻ്റെ പോലീസ് റെക്കോർഡിൽ കയറുമെന്ന്. ആ സമയം എനിക്ക് ഒരു ജോബ് ഓഫർ കിട്ടിയിട്ടിരിക്കുകയായിരുന്നു. DBS വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പം ആ കേസ് ആ കൊച്ചിനെ അടിച്ചു എന്നുള്ള കേസ് അപ്പനാണ് അടിച്ചതെങ്കിലും അമ്മയ്ക്കൊരു ഡ്യൂട്ടിയുണ്ട് മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് ചെയ്തില്ല എന്നുള്ള പേരിൽ എൻ്റെ പേരിൽ അവർ കേസെടുത്ത് അത് പോലീസ് റെക്കോർഡിലാക്കി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അത് അന്നേരം ആ സമയത്ത് തന്നെ എനിക്ക് കോഴ്സ് സെൽഫ് ഡിക്ലറേഷൻ ചെയ്യണമായിരുന്നു. എനിക്ക് നല്ല ക്യാരക്ടറുണ്ട് എന്നും പറഞ്ഞ്. അപ്പോൾ എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ലായിരുന്നു, കാരണം DBSൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ DBSൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റിക്കാർ അത് വലിയ വിഷയമാക്കി. നീ അത് പറഞ്ഞില്ല, നീ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അതായത് ഞാൻ സിൻസിയർ അല്ല എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ എത്ര പറഞ്ഞിട്ടും എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരു എന്താ പറയുക വേറെ രീതിയിലേക്ക് ആക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് എക്സ്പ്ലനേഷനൊക്കെ നിർത്തി. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് യൂണിയനെയും അവിടുത്തെ നേഴ്സിംഗ് യൂണിയനെയും ഈവൻ അവിടുത്തെ ലോയറെ പോലും കണ്ടു അവരോട് സംസാരിച്ചു. അവരൊക്കെ എന്നെ സഹായിക്കാൻ നോക്കിയെങ്കിലും അവർക്കൊന്നും എന്നെ സഹായിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനവിടെ 3 കൊല്ലം പഠിച്ചതുകൊണ്ട് അതിൻ്റെ ക്യാരക്ടർ ഡിക്ലറേഷൻ തരേണ്ടത് യൂണിവേഴ്സിറ്റി മാത്രമാണ്. അപ്പം അത് തരാതെ NMCക്ക് ഒരിക്കലും എനിക്ക് പിൻ നമ്പർ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അനിയത്തി ഈ കൃപാസനത്തെ പറ്റിയും ഉടമ്പടിയെ പറ്റിയും പറയുന്നത്. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് 5-6 മാസത്തേക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ 5-ാമത്തെ മാസം 6-ാമത്തെ മാസം ആയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് അറിഞ്ഞു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കെതിരെ നിന്നിരുന്ന, കാരണം വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞാലും അത് തെറ്റാക്കി വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ പെട്ടെന്ന് അവിടുന്ന് ട്രാൻസ്ഫർ ആക്കിയെന്നും അതുപോലെ തന്നെ പുള്ളിക്കാരി എൻ്റെ പേരിൽ എന്നെ ഒരിക്കലും നേഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ കേസിനെ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പേരിലൊരു പ്രശ്നമൊന്നുമില്ല, അമ്മ മോനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അടിച്ചപ്പം വേറെ ഒന്നും പറയാതെ പ്രൊട്ടക്റ്റ് അതായത് അവനെ അടിക്കരുത് എന്ന് പറയാതിരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ കേസ് അവർ തള്ളിക്കളഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നേഴ്സിംഗ് രജിസ്ട്രേഷൻ തിരിച്ചു കിട്ടുകയും ഇപ്പം ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ ദൈവത്തിനും തിരുക്കുമാരനും മാതാവിനും ഒത്തിരി നന്ദി പറയും. ആവേ 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 മരിയ.